ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനേകം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഈമാൻ കിട്ടി എന്നതാണ്. ഈമാൻ ഉള്ളവരാവുക എന്നതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി നാം കാണേണ്ടത്. ആ ഈമാൻ കിട്ടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഗ്രഹീതരാണ്, അവർ സൗഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ട് നാളെ അള്ളാഹുവിനെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുമെന്നതാണ്. നാം ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന നിലയിൽ ഈമാൻ കിട്ടിയിട്ടുള്ള നമ്മൾ, ആ ഈമാൻ കൈമുതലാക്കിയിട്ടുള്ള നാം എന്ത് ചെയ്യണം? നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? സ്വന്തമായ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കണം എന്ന് നമുക്കറിയാം. നമ്മുടെ ഈമാൻ നമുക്ക് ഏറ്റവും പ്രചോദനമാകേണ്ടത് ഒന്നാമതായി വ്യക്തിപരമായിട്ടാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഈമാൻ അത് അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ളതാണ്. ഈമാൻ കിട്ടാത്ത കോടിക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മഹാഭാഗ്യവാന്മാർ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ബാധ്യത എന്താ? നമ്മുടെ ഉത്തരവാദിത്തം എന്താ? നമ്മൾ സ്വയം നന്നാകണം. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടായില്ല, നമുക്ക് ലഭിച്ചിട്ടുള്ള ഈമാൻ ഉപയോഗപ്പെടുത്തി ആ ഈമാൻ മുഖേന മറ്റുള്ളവരെ കൂടി നേരായ വഴിയിലേക്ക്, നേരായ മാർഗത്തിലേക്ക്, സത്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട് എന്നതാണ്. വളരെ അപകടകരമായ, അതല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന വെറുക്കപ്പെട്ട, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ, പാടില്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ, ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാനത് നോക്കേണ്ടവനല്ല, അതിന് വേറെ ചില ആളുകളുണ്ട്, ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട്, അതൊക്കെ അവരുടെ ബാധ്യതയാണ്, അതൊക്കെ അവർ ചെയ്തു തീർക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന വളരെ അപകടകരമായ ഒരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി പള്ളിയുടെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ എല്ലാ ദേശത്തും ഒരു മഹല്ലിൽ തന്നെ ഒന്നിലധികം പള്ളികളുണ്ട്. അപ്പൊ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ പറയും, പള്ളിക്കാര്യം അത് കമ്മിറ്റിക്കാരുണ്ട്, അത് കമ്മിറ്റിക്കാരുടെ ചുമതലയാണ്.
ഞാനൊന്നും അതിൽ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നവരുണ്ട്. പിന്നെ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് അവനിൽ നിക്ഷിപ്തമായ അവന്റെ ഒരു ബാധ്യതയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഒരു കൂട്ടരെ അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി ഈ ഇറക്കുമതി അവസാനിച്ചു കഴിഞ്ഞു. മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയൊരാൾ വരാനില്ല. പിന്നീട് ആ ഉത്തരവാദിത്തം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന തലമുറകളുടെ ബാധ്യതയാണ്. അപ്പോഴും നമ്മൾ ഞാനൊന്നും അറിഞ്ഞില്ലേ, ഇതൊന്നും എൻ്റെ ബാധ്യതയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദഅവത്ത് രംഗത്ത് നിന്ന്, പ്രബോധന പ്രവർത്തന രംഗത്ത് നിന്ന് പിറകോട്ട് പോകാൻ അതിന് വേറെ ചില ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയോ? അപ്പൊ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന ഒരു വാചകം എന്താണെന്നറിയോ? ദഅവത്ത് നടത്താൻ അത് ഞാൻ ചെയ്യണ്ട, അതിനിവിടെ സംഘടനക്കാരുണ്ട് എന്നാണ്. അപ്പൊ പള്ളിക്കാരെ നോക്കാൻ കമ്മിറ്റി, ദഅവത്ത് കാര്യങ്ങൾ ചെയ്യാൻ കമ്മിറ്റിക്കാര്, മതപരമായ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ഏറ്റവും മോശമായ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ ലഹരി പോലെയുള്ള വിഷയങ്ങൾ വല്ലാതെ നമ്മെ ഗ്രസിച്ച് അങ്ങേയറ്റം മൂടി പുതച്ചു നിൽക്കുമ്പോ ഇത് പറയാൻ പണ്ഡിതന്മാര് വരട്ടെ എന്നിത്യാദി തുടങ്ങിയിട്ടുള്ള ചില തെറ്റായ വളരെ മോശമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒറ്റയാൻ പട്ടാളം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ആ നിലപാട് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം അതൊരു മഹാ അപകടകരമായ വസ്തുതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ അവന്റെ പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിൽ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. എവിടെ ഏത് രംഗത്താണെങ്കിലും ശരി, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം എന്ന് ഖുർആൻ പറഞ്ഞത് നമ്മെക്കുറിച്ച്. ഇതിനൊരു കൂട്ടക്കാരൻ ഇനി വരാനില്ല. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്ന ഒരു ടീം നിങ്ങളിൽ നിന്നുണ്ടാകണം എന്ന് ഖുർആൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചാണ് എന്ന് നമ്മൾ അറിയണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയം വരിച്ചവരാണ്. ഈ ഏർപ്പാട് ചെയ്യുന്നവർ തെറ്റായ ഒരു വിഷയം കാണുമ്പോ അത് തെറ്റാണെന്ന് പറയാൻ കഴിയണം. അതിന് വേറെ ഒരു കൂട്ടര് വരാനില്ല. ഇത് ഖുർആൻ നമ്മളോട് വളരെ കൃത്യമായി പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് ഇസ്ലാം കാണികളെ സൃഷ്ടിക്കുന്ന ഒരു ഏർപ്പാടില്ല. കാണികളെ ഉണ്ടാക്കുകയല്ല ഇസ്ലാം ചെയ്യുന്നത്, മറിച്ച് പ്രവർത്തകരെ സൃഷ്ടിക്കുകയാണ്. നമ്മൾ അതാണ് പോയിന്റായിട്ട് എടുക്കേണ്ടത്. കാണികളെ സൃഷ്ടിക്കുന്ന ഒരേർപ്പാടല്ല ഇസ്ലാം നിർവഹിക്കുന്നത്, മറിച്ച് ഈ ദൗത്യം നിർവഹിക്കുന്ന നേരായ മാർഗങ്ങളിലേക്ക്, പാതകളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന പ്രവർത്തകരെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരേർപ്പാടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ വീണ്ടും 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാം വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അക്കാര്യമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാളും വഅമില സ്വാലിഹൻ, സൽക്കർമ്മകാരിയാകുന്നവനേക്കാളും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് കാണുമ്പോൾ അറിയാൻ പറ്റണം, വിളിച്ചു പറയാൻ കഴിയണം ഞാനൊരു മുസ്ലിമാണ്. അങ്ങനെയുള്ള ഒരു ഐഡന്റിറ്റി നേടിയെടുക്കാൻ നമ്മൾക്ക് കഴിയണ്ടേ?
ഇവനേക്കാളും നല്ല വർത്തമാനം പറഞ്ഞവൻ ആരുമില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. വമൻ, ആരാണുള്ളത്, വമൻ അഹ്സനു ഖൗലൻ, ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരേക്കാൾ, മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാ, പള്ളിക്കാരെ നോക്കാൻ പള്ളിക്കമ്മറ്റിനെ കാക്കണ്ട, നമുക്കിടപെടാം. ഒരു നല്ല കാര്യം കണ്ടാൽ അതിനെ പിന്തുണക്കാം. ഒരു മോശമായ കാര്യം കാണുമ്പോ അതിനെ നിശ്ചയിക്കപ്പെട്ട, അല്ലെങ്കിൽ പള്ളിയിലെ ഖതീബ് നടക്കട്ടെ, അല്ലെ മുഅദ്ദിന്റെ ജോലിയാ, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നവന്റെ ഏർപ്പാടാണിത് എന്ന് പറഞ്ഞ് നമ്മൾ പിറകോട്ട് പോകേണ്ടവരല്ല. അത് കണ്ടാൽ അത് ചെയ്യാൻ എല്ലാവരുടെയും ബാധ്യതയാണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. അതാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ, സൽക്കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു മുസ്ലിമാണ്, ഇതെന്റെ ഐഡന്റിറ്റിയാണ് എന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അവനേക്കാളും നല്ലവനായി വേറെ ഒന്നില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഹാദിഹിൽ ആയ, ഈ ആയത്ത് ആമ്മത്തുൻ ഫീ കുല്ലി മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന ഈ ഒരു വിഷയത്തിലേക്ക് ഏറ്റവും പൊതുവായിട്ടുള്ള ഒരു വാക്യമാണ് ഈ ആയത്ത് എന്നതാണ്. അപ്പോ ഇത് പറയാൻ ഒരു കൂട്ടരെ ഇനി അല്ലാഹു ഇറക്കൂല. എന്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ധർമ്മമാണ് ഈ പ്രബോധന മേഖലയെ ധന്യമാക്കുക എന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? ബല്ലിഗു അന്നി വലൗ ആയാന, നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്തിന്റെ കഷ്ടം കേട്ടാൽ, ഒരു ചെറിയ വർത്തമാനം കേട്ടാൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നതാണ്. അത്രേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. നമ്മളോട് വലിയൊരു ഗ്രന്ഥം രചിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മളോട് വലിയ ഒരു വമ്പിച്ച പ്രസംഗകനാകാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടില്ല. പിന്നെയോ, പ്രവാചകനിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ലത് കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ കലിമത്ത്, ചെറിയ ഒരു വാചകം, ചെറിയ ഒരു ആയത്ത് കേട്ടാൽ ആ ആയത്ത് പറഞ്ഞു കൊടുക്കുക, ആ ആശയം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പള്ളി, വീണ്ടും ഞാൻ അവിടേക്ക് തിരിച്ചു വരികയാണ്. ആരുടേതാണ് പള്ളി? ഇന്ന് പള്ളിയെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ദഅവത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമായി നിൽക്കേണ്ട ഒന്നാണല്ലോ പള്ളി എന്ന് പറയുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയെ കാണുന്നത് ഓരോ 5 വക്ത് വരുമ്പോഴും ആ വക്തിൽ വന്ന് ഫർളായ നമസ്കാരം നിർവഹിക്കാൻ ഒരു ഇടം അല്ലെങ്കിൽ ഒരു സ്ഥലം എന്നതിനപ്പുറം നമ്മൾ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ പള്ളിയെ ഈ പള്ളി എന്നല്ല, നമ്മുടെ രാജ്യത്തുള്ള പള്ളികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ? പള്ളി വെറും ഒരു നിസ്കാരത്തിന് വേണ്ടി മാത്രം, അങ്ങനെ മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയാണോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ല ഇത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ, നബിയുടെ കാലഘട്ടത്തിൽ പള്ളി എന്ന് പറയുന്നത് ഒരു സർവകലാശാലയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി മുറിയായി പള്ളി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. മാത്രമല്ല, ഒരു സാമൂഹിക സേവനത്തിനുള്ള കേന്ദ്രമായി പ്രവാചകന്റെ കാലഘട്ടത്തിൽ പള്ളിയെ ഉപയോഗിച്ചിരുന്നു. തീർന്നില്ല, കുട്ടികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അവർക്കുള്ള പരിശീലനത്തിന് വേണ്ടി പള്ളികളെ ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല, ആ പ്രദേശത്തിന്റെ ഭരണശിരാ കേന്ദ്രമായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ പള്ളി എന്ന് പറയുന്നത്. സൈനികർക്കുള്ള ആസൂത്രണങ്ങൾ നടത്താനുള്ള കേന്ദ്രമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ പള്ളിയെ ഉപയോഗിച്ചിരുന്നു എന്ന, ഇതൊക്കെ ചരിത്രത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പള്ളി എന്താണ് എന്നും പള്ളിയെ പരിചരിക്കേണ്ട രീതിയെക്കുറിച്ചും ഒക്കെ പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ
18-ാം സൂക്തം, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളെ പരിചരിക്കുന്നവർ അല്ലെങ്കിൽ അതിനെ കൃത്യമായി നോക്കി നടത്തുന്നവർ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുടെ, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈമാനുള്ളവരുടെ ബാധ്യതയാണ്. അതേപോലെ തന്നെ വഅഖാമസ്സലാ, കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന, വആതസ്സകാ, സകാത്ത് കൊടുത്തു വിട്ടുന്ന, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ഭയപ്പെടാതെ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ബാധ്യതയാണ് പള്ളിയുമായി ഇടപെടുകയും പള്ളിയെ സംരക്ഷിക്കുകയും പള്ളിക്കു വേണ്ടി അവനവനാൽ കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് ഈ പറഞ്ഞ ആളുകളുടെ, ഈ ക്വാളിറ്റിയുള്ള ആളുകളുടെ ഒക്കെ ഒരു ബാധ്യതയാണ്. ഉലൈക അയ്യകൂനു മിനൽ മുഹ്തദീൻ, എന്തിനാണിത്? അവർ ഒരു സന്മാർഗം ചെയ്യുന്നവനാകാനാണ്, സന്മാർഗങ്ങളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ അറിയണം. അപ്പം കേവലം ഒരു കെട്ടിടം പണിയുക എന്ന ഒരു സംഗതിയല്ല. നമസ്കാരത്തിലൂടെ, അതേപോലെ തന്നെ ഖുർആൻ പഠനത്തിലൂടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് സജീവമാകണം നമ്മുടെ പള്ളികൾ. ദിക്റുകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ പള്ളികളെ ജീവന്തമാക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയണം. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ട്? നമ്മുടെ ദേശത്തും ഇതര ദേശത്തും ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളിൽ പോലും അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമായ ഒട്ടനേകം അനാവശ്യമായ പ്രവണതകളിലേക്ക് നമ്മൾ നീങ്ങിപ്പോകുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പള്ളികളിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്നതാണ്. നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുന്നില്ല, നമ്മുടെ കുട്ടികളെ നമ്മൾ ബന്ധപ്പെടുത്തുന്നില്ല, നമ്മുടെ യുവജനങ്ങളെ പള്ളിയുമായി നമ്മൾ ബന്ധിപ്പിക്കുന്നില്ല. ഇതിന്റെയൊക്കെ പോരായ്മയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹം എവിടേക്കാണ് പോകുന്നത്? എങ്ങോട്ടാണ് കൂട്ടുകുത്തുന്നത്? ഏറ്റവും ചെറിയ കുട്ടികൾ പോലും അത്ഭുതപ്പെടുത്തുന്ന, അതിനേക്കാളേറെ നമ്മയൊക്കെ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന 12-13 വയസ്സായ പെൺകുട്ടികൾ പോലും മാരകമായ വിഷം എന്ന് പറയുന്ന അത്രയും മോശമായ ലഹരി ഉൽപ്പന്നങ്ങളുടെ കാരിയർമാരായി നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ പിഞ്ചുകുട്ടികൾ പോലും അതിന്റെ കാരിയേഴ്സായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി ഞാനും നിങ്ങളും കേട്ടത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കേണ്ട ശിക്ഷണം അത് അവർക്ക് കൊടുക്കുന്നില്ല. നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും പള്ളികളുമായി ഇന്ന് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതെയായി പോകുന്നു എന്നതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു വർത്തമാനമുണ്ട്. ഖറാബുൽ ഖുലൂബി മിൻ ഖറാബിൽ മസാജിദ്. ഖറാബുൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ ശൂന്യതയ്ക്ക് പിന്നിൽ, മിൻ ഖറാബിൽ മസാജിദ്, പള്ളികളുടെ ശൂന്യതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പള്ളികളുടെ ശൂന്യതയാണ് നമ്മുടെ ഹൃദയങ്ങൾ കാലിയായി പോയത്. മതത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല, ദീനിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല, പരലോകത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ഖബറുണ്ടല്ലോ, ആ ഖബറിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ഇത് പഠിക്കാൻ, ഇത് മനനം ചെയ്യാൻ, ഇത് ചർച്ച ചെയ്യാനുള്ള ഇടമാണ് അള്ളാഹുവിന്റെ പള്ളിയെങ്കിൽ ആ പള്ളിയെ നമ്മളാണ് ഏറ്റവും നല്ല ചർച്ചകളിലേക്കും പഠനങ്ങളിലേക്കും കൊണ്ടുവരേണ്ടത്. ദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും, ഈമാനുള്ള മുഴുവൻ ആളുകളുടെയും ഒരു ബാധ്യതയായിട്ടാണ് നമ്മൾ ഇത് കാണേണ്ടത്. നമ്മൾക്കാർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും ഒരു സാധ്യതയുമില്ലാത്ത വിധമാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വാചകങ്ങൾ. പള്ളി എന്ന് പറയുന്നത്
ഒരു കെട്ടിടമല്ല. പള്ളി എന്ന് പറയുന്നത് ഒരു ഉമ്മത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തെ നമ്മൾ ഏറ്റെടുക്കണം. ആ ഹൃദയത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. പ്രവാചകൻ ആദ്യം തന്നെ അവിടെ ചെന്ന് ഒരു കെട്ടിടമുണ്ടാക്കുകയല്ല ചെയ്തത്. തനിക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാക്കുകയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അവിടെ കോട്ട നിർമ്മിക്കാൻ നേതൃത്വം കൊടുക്കുകയായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെയ്തത്. പിന്നെ എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ ചെയ്തത്? ഒരു പള്ളി നിർമ്മിക്കുകയാണ്. തന്റെ ഉമ്മത്തിന് വേണ്ടി വലിയ ഒരു സന്ദേശം പ്രവാചകൻ ഈ പള്ളി നിർമ്മാണത്തിലൂടെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഏറ്റവും ഉദാത്തവും ഉത്കൃഷ്ടവുമായ കേന്ദ്രം എന്ന് പറയുന്നത് പള്ളിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രവാചകൻ അവിടെ പള്ളി പണിതത്. ആ പള്ളിയിൽ നടക്കേണ്ടത് എന്താ? ആ പള്ളിയിൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫീ ബുയൂത്തിൻ, ഞാൻ ഓതി വെച്ച ആയത്തതാണ്. ഫീ ബുയൂത്തിൻ, ഇവിടെ ബൈത്ത് എന്ന് പറഞ്ഞത് നമ്മൾ താമസിക്കുന്ന വീടിനെ കുറിച്ചല്ല. ഖുർആനിലെ ഈ പരാമർശം സൂറത്തുൽ നൂറിലെ 36-ാമത്തെ സൂക്തമാണ്. ഫീ ബുയൂത്തിൻ, അതിനല്ലാഹു, അല്ലാഹു അനുവാദം നൽകുകയാണ്, അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നടക്കേണ്ടത് അൻ തുർഫഅ, അവനെ കുറിച്ച് അല്ലാഹുവിന്റെ നാമങ്ങൾ, വയുദ്കറ ഫീഹ ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമങ്ങൾ അവിടെ വെച്ച് ഉയരണം. അവിടെ ദിക്റുകൾ ഉയരേണ്ടതുണ്ട്, ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള നാമങ്ങൾ പ്രകീർത്തിക്കപ്പെടേണ്ടതുണ്ട്. വയുസബ്ബിഹു ലഹു ഫീഹാ, അവിടെ വെച്ച് ബിൽ ഗുദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിച്ചുകൊണ്ട് അവന് തസ്ബീഹുകൾ ചെയ്തുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വളരെയധികം സജീവമാകേണ്ടതാണ് അള്ളാഹുവിന്റെ ബൈത്ത് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ വീടുകൾ എന്ന് പറയുന്നത്. ആ ഒരവസ്ഥകളിലേക്ക് നമ്മുടെ പള്ളികൾ മാറി വരണം. ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. പള്ളികൾ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. അവിടെ എത്തുന്നവർ ആരാ? ആ പള്ളികളിൽ എത്തുന്ന ഏതൊരാളും അള്ളാഹുവിന്റെ അതിഥിയാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോ ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുള്ളത് അൽ മസാജിദു ബുയൂത്തുല്ലാഹ്, പള്ളികൾ അള്ളാഹുവിന്റെ വീടുകളാണ്, ഭവനങ്ങളാണ്. വ അഹ്ലുഹാ, അവിടെ വരുന്ന ആൾക്കാർ, പള്ളിയിൽ വരുന്ന ആളുകൾ, അത് സുബ്ബാറുഹു, അള്ളാഹുവിന്റെ അതിഥികളാണ്. അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് പള്ളികളിലേക്ക് ഒഴുകി വരുന്നത്. അപ്പോ പള്ളിയെ ബഹുമാനിക്കണം, പള്ളിയെ ആദരിക്കണം, പള്ളിയെ സംരക്ഷിക്കണം. അതെല്ലാവരുടെയും ബാധ്യതയാണ്. ആ പള്ളികളിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ കീർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്, ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇതെല്ലാം വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ നിർവഹിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ നാളെ അള്ളാഹുവിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്ന കൃത്യമായ ബോധ്യം നമ്മൾക്കുണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ പള്ളികൾ സർവകലാശാലയായിരുന്നു എന്നത് എതിരാളികൾ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുത മാത്രമാണ്. അവിടെ നടന്നിരുന്നത് ഖുർആൻ പഠനമായിരുന്നു,
ഹദീസ് പഠനമായിരുന്നു, ഹദീസിന്റെ റിസർച്ചുകളായിരുന്നു. പള്ളികളിൽ നടക്കുന്ന ചർച്ചയായി ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് വല്ലതും അറിയേണ്ടതുണ്ടെങ്കിൽ ഫത്വകൾ ആരായുന്നത് പള്ളികളിൽ വെച്ചാണ്. നമ്മൾ ഫത്വകൾ അങ്ങാടികളിൽ വെച്ച് ചർച്ച ചെയ്യുന്നു. ഫത്വകൾ പള്ളികളിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടണം. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രവാചകന്റെ കാലഘട്ടത്തിൽ പള്ളികളിൽ വെച്ചായിരുന്നു. എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരുന്നത് പള്ളികൾ അതിനു വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ദരിദ്രരുടെ സംരക്ഷണം, നമ്മുടെ മഹല്ലിലുള്ള, നമ്മുടെ ദേശത്തുള്ള പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം. ആ ദരിദ്രന്മാരെ കണ്ടെത്തി ദരിദ്രന്മാർക്ക് സേവനം ചെയ്യാൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പള്ളികളായിരുന്നുവെങ്കിൽ നമ്മളും അങ്ങോട്ട് തിരിച്ചു പോകണം. വിദേശ പ്രതിനിധികൾ അന്ന് ആ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവരുമായി ചർച്ച ചെയ്യാനും ആശയവിനിമയം നടത്താനും ഒക്കെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പള്ളികളെ ഉപയോഗിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതേപോലെ സൂചിപ്പിച്ചല്ലോ, ആസൂത്രണം, എല്ലാവിധ ആസൂത്രണങ്ങളും ഇസ്ലാമികമായ തന്ത്രങ്ങളും മറ്റുമൊക്കെ ആവിഷ്കരിച്ചിരുന്നത് പള്ളികളിൽ വെച്ച്, പരിശീലനം നടത്തിയിരുന്നത് പള്ളികളിൽ വെച്ച്. ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ. മാത്രമല്ല, പണ്ഡിതന്മാർ, ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ പള്ളികളെ കുറിച്ച് പറഞ്ഞത് അൽ മസാജിദു മസ്നഉർ റജാൽ എന്ന, മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ടായിരുന്നു പള്ളികൾ ഉപയോഗിച്ചിരുന്നത് എന്ന. അപ്പോ അങ്ങനെ വരുമ്പോ പള്ളികളിൽ നമ്മുടെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തെ വിശദീകരിച്ചെടുത്ത്, ഒന്ന് മുഅല്ലഖത്തുൻ ബിൽ മസാജിദ്, നമ്മുടെ ഹൃദയം പള്ളിയുമായി ചേർന്ന് നിൽക്കണം. അപ്പോ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പള്ളിയുമായിട്ടാവണം. നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെയാകണം. നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരണം. അത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അവസരം കിട്ടുമ്പോ ഒക്കെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പള്ളിയിലേക്ക് പോകണം എന്ന് പറയാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. ഇല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ രക്ഷിതാക്കളല്ലേ സമാധാനം പറയേണ്ടത്. എന്റെ കുട്ടി എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി എന്നതിന്റെ ആ ഒരു ആശങ്ക അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിന്റെ ഒക്കെ കുറ്റം, ഇതിന്റെയൊക്കെ കാരണം ആരാണ്, എവിടെ നിന്നാണ് എന്ന ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് പള്ളികളെ നമ്മൾ കൂടുതൽ പള്ളികളുമായി നിരന്തരമായി ബന്ധപ്പെടണം. പള്ളികളിൽ വന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പഠനങ്ങളും കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ, അല്ല ഏറ്റവും കൃത്യമായി തന്നെ നമ്മളിൽ ഒരു മാറ്റം, സമൂഹത്തിൽ ഏറ്റവും നല്ല ഒരു മാറ്റം ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല. ഇദാ സ്വലഹൽ മസ്ജിദ് സ്വലഹൽ മുജ്തമഅ, പള്ളിയിൽ ഇതെല്ലാം നടക്കുന്നുവെങ്കിൽ സമൂഹം നന്നാകും. വൈദാ ഫസദൽ മസ്ജിദ്, പള്ളികളെ കാലിയാക്കി വിട്ടാൽ നടക്കാൻ പോകുന്നത് ഫസദൽ മുജ്തമഅ, ഈ സമൂഹം നാശത്തിലേക്ക് അധപ്പതിക്കുമെന്നതാണ്. പള്ളിയെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, നമ്മുടെ ഹൃദയം ചേർന്ന് നിൽക്കാൻ, പള്ളിയുമായി ചേർത്ത് വെക്കാൻ നമ്മൾക്ക് സാധിച്ചുവെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് സമാധാനമാണ് എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ഒക്കെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസന. ഇതിൽ ആരും ഒഴിവല്ല. എൻ്റെ ഖുതുബ കേട്ട എല്ലാ ആളുകളും, ചെറുതും വലുതുമായ മുഴുവൻ ആളുകളുടെയും ബാധ്യത അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി. ഉദ്ഉ, നീ വിളിക്കണം, നീ പറയണം, ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക്,
ബിൽ ഹിക്മത്തി, ഹിക്മത്തോടു കൂടി, വൽ മൗഇദത്തിൽ ഹസന, ഏറ്റവും നല്ല ഉപദേശത്തോടു കൂടി നമ്മൾ കുട്ടികളെ, യുവജനങ്ങളെ, ആളുകളെ, അയൽവാസികളെ, ഈ ദേശത്തുള്ളവരെ നമ്മൾ സമീപിക്കണം. ഇത് പറയാൻ ഞാനും നിങ്ങളും ഉത്തരവാദപ്പെട്ടവരാണ്. വജാദിൽഹും, അങ്ങനെയൊക്കെയാണെങ്കിലും ചില ആളുകൾ ന്യായാന്യായങ്ങളുമായി വന്നേക്കാം, വലിയ വലിയ തർക്കങ്ങളൊക്കെ നടത്തിയേക്കാം. ഖുർആൻ അവിടെയും നമ്മൾക്ക് നൽകുന്ന പാഠം വജാദിൽഹും, അവരോട് നമ്മൾ വലിയ വലിയ കുതർക്കങ്ങൾ നടത്തുന്നതിന് പകരം ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും സദുദ്ദേശപരമായ നല്ല രീതിയും മാർഗവും സ്വീകരിച്ചുകൊണ്ട് അവരെ കൊണ്ടുവരാൻ നമ്മൾക്ക് കഴിയണം. എങ്കിൽ ഒരു സമൂഹ സൃഷ്ടി ഉണ്ടാക്കിയെടുക്കാൻ, നല്ല സന്തോഷകരമായ ഒരവസ്ഥ നമ്മുടെ വീട്ടിലും നമ്മുടെ ദേശത്തും ഒക്കെ അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകും എന്നതിലൊരു സംശയമില്ല. അള്ളാഹു അതിന് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മുഅ്മിനുകളിൽ, മുത്തഖീകളിൽ അള്ളാഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും അവസരം നൽകുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കുകയും ഈമാനോടുകൂടി മരിക്കുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ താല്പര്യം. അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. പള്ളിയിലിരിക്കുന്നവർക്കുണ്ട്, വീടുകളിലുണ്ട്, ആശുപത്രികളിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല രോഗങ്ങൾക്ക് ശമനം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تخزنا يوم القيامة اللهم ربنا لا تخزنا يوم القيامة ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار